സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അഴിമതി കേസുകളിലെ അന്വേഷണത്തിന് മുൻകൂർ അനുമതി വേണമെന്ന നിയമം ചോദ്യം ചെയ്തുള്ള ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ട് സുപ്രീം കോടതി. ഹർജിയിൽ ഭിന്നവിധി വന്നതോടെയാണ് കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടത്. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. റഷീദ്, എന്താണ് നിലവിൽ ആരാണ് ഈ ഹർജിയുമായി ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചത്? എത്ര പേരാണ് ഇതിനെ അനുകൂലിച്ചത്? എത്ര പേരാണ് എതിർത്തത്? സിജു, 2018 ഭേദഗതി പ്രകാരം ചേർത്തിട്ടുള്ള അഴിമതി നിരോധന നിയമത്തിലെ സെഷൻ 17 ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച് ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. 2 ജഡ്ജിമാരും, അതായത് നിയമം ഭരണഘടനാ വിരുദ്ധമല്ല എന്നുള്ള കാര്യം ജസ്റ്റിസ് KV വിശ്വനാഥൻ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അദ്ദേഹം ഏറെ പ്രധാനപ്പെട്ട ഈ വാദത്തിനിടെ ചൂണ്ടിക്കാണിച്ച കാര്യം എന്ന് പറയുന്നത്, ഈ വ്യവസ്ഥ റദ്ദാക്കുന്നത് കുളിവെള്ളത്തോടൊപ്പം കുഞ്ഞിനെയും വലിച്ചെറിയുന്നതിന് സമാനമായിരിക്കും. ഇത്തരത്തിൽ പൊതുപ്രവർത്തകർക്ക് വലിയ പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് വിരുദ്ധമല്ല എന്നുള്ള ഭരണഘടനാ വിരുദ്ധമല്ല എന്നുള്ള കാര്യമാണ് ജസ്റ്റിസ് KV വിശ്വനാഥൻ ചൂണ്ടിക്കാട്ടിയത്. അതേസമയം ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള കാര്യം ജസ്റ്റിസ് BV നാഗരത്ന വ്യക്തമാക്കുകയായിരുന്നു. വ്യവസ്ഥ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതിന് കാരണമാകും എന്നുള്ള കാര്യമാണ് ജസ്റ്റിസ് നാഗരത്ന ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. എന്തായാലും ഈ 2 അഭിപ്രായങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ജഡ്ജിമാരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ചായിരിക്കും. ഇതിന് പ്രത്യേക ബെഞ്ചിനെ രൂപീകരിക്കാനുള്ള നിർദ്ദേശം കൂടി ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന് നൽകിയിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ നിരവധി വാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ചും ലോകായുക്ത അടക്കമുള്ള ഇത്തരത്തിലുള്ള ലോകായുക്തയുടെയും അതോടൊപ്പം മറ്റു വ്യവസ്ഥകളുടെയും പരിശോധനയ്ക്ക് ശേഷമായിരിക്കണം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള കേസുകൾ തെളിയിക്കുകയും കേസെടുക്കുകയും ചെയ്യുക എന്നുള്ള ചില വാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ 2 ഭിന്ന അഭിപ്രായങ്ങൾ കൂടി ഉണ്ടായിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് ഈ ഹർജി വിട്ടിരിക്കുകയാണ്. ശരി, അബ്ദുൾ റഷീദാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.